നിങ്ങളൊരു വിവാഹത്തിന് ക്ഷണിച്ചു, ഗംഭീര ഭക്ഷണം, എന്തൊക്കെ വിഭവങ്ങളാണ്, ഇഷ്ടം പോലെ തിന്നാം. പക്ഷെ ഒരാൾ ഒരു വാക്ക് മിണ്ടിയില്ല, നിങ്ങളോട് ഒന്നിരിക്കാൻ പറഞ്ഞില്ല. തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞെങ്കിലും തിന്ന കൂട്ടത്തിൽ ഒരു വേവാത്ത ചേനക്കഷ്ണം കൂടി തിന്നുപോയ പോലെ ഇവിടുന്നോ ചൊറിയും അല്ലെ. ചേനക്കഷ്ണം വേവാത്ത തിന്നുപോയ ചൊറിയും, പക്ഷെ മാന്താൻ പറ്റിയില്ല. എന്നാൽ മറ്റൊരു വിവാഹ വീട്ടിൽ പോയി, വളരെ ദാരിദ്ര്യമുള്ള വീട്ടിൽ, പരിമിതമായ വിഭവങ്ങൾ, ചെന്ന് കയറിയപ്പോൾ തന്നെ കൈ കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടുപോയി ഇരുത്തി, കുടുംബക്കാരെ പരിചയപ്പെടുത്തി, കൂട്ടത്തിലൊരു സെൽഫി എടുത്ത് എല്ലാം പറഞ്ഞ് ഭക്ഷണമായപ്പോൾ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ ആവശ്യം എന്താ പറയണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഈ തിരക്കിനിടയിൽ ഇവിടം വരെ വന്നല്ലോ, സന്തോഷം, കുടുംബക്കാരോട് അന്വേഷണമൊക്കെ പറയണമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാവിലൂടെ വയറിലേക്കിറങ്ങിയ ആ ഭക്ഷണമാണോ നമ്മളെ സംതൃപ്തിപ്പെടുത്തിയത്, അവൻ്റെ നാവിലൂടെ എൻ്റെ മനസ്സിലേക്കിറങ്ങിയ വാക്കുകളാണോ നമ്മളെ സംതൃപ്തിപ്പെടുത്തിയത്? വാക്കുകളല്ലേ. അപ്പോൾ വാക്ക് ഭക്ഷണത്തെക്കാൾ കരുത്തുള്ളതല്ലേ? കരുത്തുള്ളതാണ്. ആ മാനസിക ഊർജം ചുറ്റുവട്ടത്തുനിന്ന് ശേഖരിക്കുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ഭക്ഷണോർജം ശേഖരിക്കുന്നവനല്ല മനുഷ്യൻ, മാനസികോർജം ശേഖരിക്കുന്നവനാണ്. ആ ഊർജം ശേഖരിക്കാൻ വാക്കുകളെ ആവാഹിക്കാൻ വാക്കുകൾ കറന്നെടുക്കണം. നിങ്ങൾ ഒരാളെ നോക്കിയിട്ട് വാക്കുകൾ ഇങ്ങോട്ട് നല്ല വാക്കുകൾ തരണമെങ്കിൽ നിങ്ങളുടെ നോക്കും നിങ്ങളുടെ നിൽപ്പും നിങ്ങളുടെ വാക്കും പോസിറ്റീവായ അങ്ങനെ ഇങ്ങോട്ട് പോസിറ്റീവാകും. നമ്മൾ എന്താണോ ടാഗോറിന്റെ സാഹിത്യ ചിന്തയിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വമിച്ചിട്ട് ആ പ്രകാശത്തിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നതെല്ലാം തന്നെ, കേൾക്കുന്നതെല്ലാം തന്നെ. നമ്മുടെ ഇന്ന് അങ്ങോട്ട് പോകുന്ന പ്രകാശമാണ് തിരിച്ചു കിട്ടുന്ന പ്രകാശത്തിന് കരുത്ത് നിശ്ചയിക്കുന്നത്. നിങ്ങൾ നല്ല വാക്ക് വേണമെങ്കിൽ, നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം, ദൈവമേ കൈതൊഴാം കാക്കുമാറാവണം. പണ്ട് സ്കൂളിൽ പഠിച്ച വാക്ക് പ്രാർത്ഥനയാണ്. ആ നല്ല വാക്ക് നിങ്ങൾ കൊടുത്താൽ നല്ല വാക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇന്ന് വാക്കുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലെല്ലാം തെറി പറയാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രം ഉപയോഗിക്കുക. പിന്നെ എന്തിന് വാക്ക്? സ്നേഹിക്കാനല്ലേ. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാം. കാലത്തിൻ്റെ അറ്റത്തേക്ക് പോകാനുള്ള തോണിയാണ്, ഈ ഭവസാഗരത്തിലൂടെ നീന്താനുള്ള തോണിയാണ് സ്നേഹത്തിൻ്റെ തോണി. ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ വമിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ ഈ പുസ്തകം നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും ഉപകരിക്കും. അത് കരുത്താവും. ഇത് വെറുതെ വായിച്ചാൽ പോരാ, വായനയുടെ 10 ഘട്ടങ്ങളിലൂടെ കടക്കണം. അതും പറഞ്ഞ് ഞാൻ നിർത്തുക. വായനക്ക് 10 ഘട്ടങ്ങളുണ്ട്. ഒന്ന് തോന്നണം എന്നതാണ്.